ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഫുൾ സ്റ്റുഡിയോ വീട്ടിൽ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചതിന് ശേഷം 2 മാസമായിട്ട് ഞാൻ എൻ്റെ ആർട്ട് മെറ്റീരിയൽസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിഷമം നല്ലോണം ഉണ്ട്. അപ്പോൾ എൻ്റെ ആർട്ട് മെറ്റീരിയൽസ് നല്ലോണം മിസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഡയറക്റ്റ് പോയി അങ്ങ് മേടിച്ചേക്കാം. അപ്പോൾ അത് മേടിക്കാനുള്ള പോക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. അവിടെ ചെന്ന് ഇത്ര സാധനങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ ഒരു ഹോളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ ബില്ല്. വാവ്, സാധാരണ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ബില്ല് ഇത്രയെങ്കിലൊക്കെ ആവണമല്ലോ. ആണ് എമൗണ്ട് ആയത്. കണ്ടില്ലേ, സ്ക്രൂ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു ആർട്ട് മെറ്റീരിയൽ ഹാളിന് പോയിട്ട്. അപ്പം കാണുന്ന എന്താണോ അതാണ് നമ്മൾ മേടിക്കാന്ന് പറയുമല്ലോ. ലിസ്റ്റിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ബോർഡ് ഒരു നെയിം പ്ലേറ്റ് ഒക്കെ ആക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു MDF ബോർഡാണ്. ആക്ച്വലി എനിക്കൊരു നെയിം പ്ലേറ്റ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു DIY നെയിം പ്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 99 ഉണ്ടായിരുന്നുള്ളൂ. സെയിൽ നടക്കുമായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരുടെയും സെയിൽ നടക്കുകയാണല്ലോ, അറിയാമല്ലോ. ഈ ഒരു കുഞ്ഞ് ഈസിൽ സ്റ്റാൻഡ് തൽക്കാലം ഇപ്പം എൻ്റെ ഈസിൽ സ്റ്റാൻഡ് വലുത് എൻ്റെ കയ്യിലില്ല, ഇവിടെ ഇല്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ നാട്ടിൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ച കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഈസിൽ മേടിക്കാം. 99 തന്നെ ഉള്ളൂ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാം. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഇതൊക്കെ എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഓക്കെ, അതിൽ ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം. ഇത് ഒരു MDF ബോർഡ്സ് തന്നെ. MDF ഫ്രിഡ്ജ് മാഗ്നറ്റോ അല്ലെങ്കിൽ മിനിയേച്ചർ പെയിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇത് ബെസ്റ്റ് ആയിരിക്കും. ഇത് 6 പീസസ് എങ്ങോ ഉണ്ട്. ഇതും അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ തന്നെ കിട്ടിയ ഒരു 70 റുപ്പീസോ 75 എങ്ങോ ആയുള്ളൂ. ഞാനിത് വെച്ചിട്ട് വേറെ കുറച്ച് ഐഡിയകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമോയെന്ന് അറിയില്ല. നടക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെയാണ്. അത് ഞാൻ എന്തിനാ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. കണ്ടപ്പോൾ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി മേടിച്ചതാണ്. അടുത്തത് നമ്മുടെ മെയിൻ സാധനങ്ങൾ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, കുറച്ച് പെയിന്റും കാര്യങ്ങളാണ്. ജസ്റ്റ് എനിക്ക് ഇപ്പത്തേക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് പെയിന്റാണ് നമ്മൾ മേടിച്ചത്. ആകെ ഇതിൽ 2 അക്രിലിക് ട്യൂബ് മാത്രമേ മേടിച്ചുള്ളൂ. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഗ്രീൻ കളറാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പെയിന്റിങ്ങിൽ യൂസ് ചെയ്യാറ്, കഴിഞ്ഞു പോവാറ്, ആവശ്യം വരാറ്. ഇത് ആക്ച്വലി അവരുടെ ന്യൂ ലോഞ്ച് ആയിരുന്നു, ഈ ആർട്ട് സ്റ്റോറി ആർക്കൈവൽ ആർട്ടിസ്റ്റ് അക്രിലിക് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ തന്നെ സെയിം ചെറിയ ട്യൂബുകളാണ്. ഈ ടബുകൾ കണ്ടപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. അത് കാരണം കൊണ്ടാണ് ടബ് എടുത്തത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ മേടിച്ചത് ഇതൊരു ത്രെഡാണ്. മറ്റേ മെക്രാമെ ത്രെഡാണ് മേടിച്ചത്. ഞാൻ മെക്രാമെ ആർട്ട് വർക്കൊന്നും ചെയ്യാറില്ല, മെക്രാമെ ഹാങ്ങിങ്സും ചെയ്യാറില്ല. ഇത് ത്രെഡിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതൊരു കുഞ്ഞ് ക്യാൻവാസ്. ഞാൻ കുറെ നാളെ ആക്ച്വലി ക്യാൻവാസിൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് 2 months ആയിട്ട് ഞാൻ ക്യാൻവാസിൽ ഒരു വർക്കും ചെയ്തിട്ടില്ല. എൻ്റെ ക്യാൻവാസ് ഒക്കെ നാട്ടിലാണ്. എൻ്റെ സ്റ്റാൻഡ്, എൻ്റെ ഈസൽ സ്റ്റാൻഡ് വരെ നാട്ടിലാണ്. ഒരു ക്യാൻവാസ് മേടിക്കാം, ഒരു കുഞ്ഞു പെയിന്റിങ് എന്തായാലും ചെയ്യണം ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാൻവാസ് മേടിച്ചത്. പിന്നെ ഞാൻ ഓഫീസിലേക്ക് വേണ്ടി കുറച്ച് സ്റ്റിക്കി നോട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മേടിക്കാത്തൊരു സാധനമായിരുന്നു. നമ്മൾ സ്റ്റിക്കി നോട്ട്സ് മേടിച്ചു, അത് ഓഫീസിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആക്ച്വൽ സ്റ്റുഡിയോ മെറ്റീരിയൽസും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു സ്റ്റുഡിയോ ടൂർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ആർട്ട് വർക്ക്സ് മേടിക്കുക. ഓക്കെ, ബൈ ബൈ.